സത്യവാൻ ഇവിടെ നിന്നെ കാണാൻ. എന്നോട് ക്ഷമിക്കണം സത്യം. അറിയാതെ എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. എത്ര പണം വേണമെങ്കിലും തരാം. എത്ര തരും? നീ ചോദിക്കുന്നത് മുഴുവൻ. എടുക്ക. ഇല്ലില്ല, ഇതല്ല നീ എടുത്തോളൂ. എന്നെ ഒന്നും ചെയ്യാതിരുന്നാ മതി. ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നോട് ക്ഷമിക്കണം സത്യം. നിന്റെ ലെറ്റർ പേരും പേരെ എടുക്ക്. ഞാൻ പറയുന്നത് പോലെ എഴുതണം. ഇല്ലെങ്കിൽ ഞാൻ ഈ പണമൊക്കെ മോഷിച്ചാണെന്ന് നീ പറഞ്ഞു നടന്നാലോ? അയ്യോ, അതൊന്നുമില്ല. എന്ത് വേണേ എഴുതി തരാം. എഴുത്. കോടതിയിൽ പറഞ്ഞ പോലെ കള്ളക്കടത്ത് സാധനങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഗോഡൌൺ ഞങ്ങൾ സത്യപാലന് വാടകയ്ക്ക് കൊടുത്തിരുന്നതല്ല. സത്യപാലൻ ഞങ്ങളുടെ ഒരു തൊഴിലാളി മാത്രമായിരുന്നു. അയാൾ നിരപരാധിയാണ്. സത്യപാലന്റെ അനിയത്തിയെ നശിപ്പിച്ചത് ഞാനാണ്. ഞാൻ കാരണമാണ് അവൾ ആത്മഹത്യ ചെയ്തത്. മനസ്സിന്റെ കുറ്റബോധം കൊണ്ട് ആരുടെയും പ്രേരണയില്ലാതെ ഞാനിത് ചെയ്യുന്നു. ഒപ്പിടാൻ. ഹലോ സുരേഷ്, ആത്മഹത്യ ചെയ്യുന്നു? ഇല്ല ഇൻസ്പെക്ടർ, ഇത് ആത്മഹത്യയല്ല. സുരേഷ് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? സുരേഷിന്റെ പാർട്ണറാണ്. ഇന്നലെ രാത്രി പോലും ഞങ്ങൾ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് അതിനുശേഷം ആത്മഹത്യ ചെയ്ത് കൂടുന്നുണ്ടോ? അതിനുള്ള കാരണങ്ങളൊന്നും സുരേഷ് ഇല്ലാതെ ഇൻസ്പെക്ടർ. തന്റെ ലെറ്റർ പാഡിൽ സ്വന്തം കൈപ്പടയിൽ എഴുതി എടുത്തായത്. ആത്മഹത്യ ചെയ്യുന്നത് മറ്റാരുടെയും പ്രേരണ കൊണ്ടല്ലെന്ന്. നോ ഇൻസ്പെക്ടർ, ഇത് കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകമാണ്. ഇതെങ്ങനെ ചെയ്തുവെന്നും എന്തിനു ചെയ്തുവെന്നും എനിക്കറിയില്ല. പക്ഷേ ഇതാര് ചെയ്തുവെന്ന് എനിക്കറിയാം. ആരാണ്? സത്യപാൽ. മിസ്റ്റർ സത്യപാൽ, ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? ഇവിടെ, എന്റെ വീട്ടിൽ. നിങ്ങളിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് എന്താ തെളിവ്? ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതിന് തെളിവ് വല്ലതും ഉണ്ടോ? സുരേഷ് ഇന്നലെ രാത്രി കൊല ചെയ്യപ്പെട്ടു. പാവം, അയാളുടെ സമയം കഴിഞ്ഞിരിക്കും. കഴിഞ്ഞതല്ല, അവസാനിപ്പിച്ചതാണ്. ആയിരിക്കാം. പക്ഷേ അതിന്റെ കാരണക്കാരെ കണ്ടുപിടിക്കാൻ തെളിവ് വേണം, അല്ലേ? ഞാനത് തെളിയിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. ആരാന്ന് മനസ്സിലായില്ലല്ലോ. എന്റെ പേര് സത്യപാലൻ. മൂസാക്കയുടെ ഒരു കൂട്ടുകാരനാണ്. ഇരിക്കി. എന്താ പിന്നെ വിശയിച്ച്? മൂസാക്കയുടെ മകളുടെ കല്യാണക്കാര്യം എന്തായി? അതിന് കുഴപ്പമൊന്നുമില്ല. ഞമ്മൾ പറഞ്ഞ ശ്രീധന തുക അവരപ്പം തരുന്നു. അപ്പനിക്ക ഉറപ്പിക്കാം. എത്ര രൂപയാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്? 15,000 ചോദിച്ചുള്ളൂ. ഇംഗ്ലണ്ടിൽ ഒരു കമ്പില്ല അവന് പണി. ആ നിലക്ക് ഞമ്മൾ ചോദിക്കണ ശ്രീധരൻ തരാൻ വേറെ ആളുണ്ട്. പക്ഷേങ്കില് മൂസക്ക് പണ്ട് ഞമ്മൾ കൊടുത്തൊരു വാക്കാ. ഒയ്യായിട്ട് മനസ്സുമില്ല. ഒഴിയണ്ട. ഇതാ, നിങ്ങൾ ചോദിച്ചതിലും കൂടുതലുണ്ട്. കല്യാണം ഉറപ്പിച്ചോളൂ. പക്ഷേ ഞാനാണ് ഈ പണം തന്നതെന്ന് മൂസക്ക ഇപ്പൊ അറിയണ്ട. നിങ്ങളുടെ നിലയ്ക്ക് അനുസരിച്ച രീതിയിൽ തന്നെ ഏറ്റവും ഭംഗിയായി ഈ വിവാഹം നടത്തും. ഇനി അവന് ജീവനോടെ വെച്ചിരുന്നാൽ നമ്മുടെ ജീവൻ ആപത്താണ്.
ഇന്ന് അവന്റെ കഥ കഴിക്കണം. വരൂ. അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്ന് പറയാമെന്ന് വെച്ചത്. നിങ്ങൾ അവരുടെ വിശ്വസ്തനായ ജോലിക്കാരനില്ല. അത് ജോലിയിൽ മാത്രം. എല്ലാറ്റിനും ഒരു പരിധിയില്ലേ സത്യപാലൻ? ഇന്നവർ നിങ്ങളെ പറ്റി പറയുന്നു, നാളെ എന്നെ പറ്റി ആയാലോ? നമ്മൾ മുതലാളിമാരല്ലോ. ഇനി നമുക്ക് ഇവിടെ കഴിയണ്ട, നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാം. മരണത്തെ ഭയന്നല്ലേ? ഒരു ഭീരുവിന്റെ ഭാര്യയാണ് നീയെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാൻ എനിക്കിഷ്ടമാണ്. ഞാൻ അന്നേ പറഞ്ഞിട്ട് സൂക്ഷിക്കണം. സാരമില്ല, അവർക്ക് ഇപ്പോഴേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഒരു നിമിഷം പോലും സമാധാനത്തോടെ ഇരിക്കാൻ കഴിയാതെ. സുശീലെ, നീ ധൈര്യമായിരിക്കും. എനിക്കൊന്നും സംഭവിക്കില്ല. വിശ്വനാഥ്, നിങ്ങളെങ്കിലും എന്നോടൊപ്പം ഉണ്ടല്ലോ. എന്റെ മോനെ കുറിച്ച് ഓർത്തു മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. അവനെങ്കിലും നല്ല നിലയിൽ വളരണം. എല്ലാരും ഒന്ന് പുറത്തു പോണം. പേഷ്യന്റിന് റെസ്റ്റ് ആവശ്യമാണ്. സത്യവാൻ, നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ച ആരാണ്? അറിഞ്ഞിട്ട് എന്ത് പ്രയോജനം സർ? നിങ്ങൾക്ക് വേണ്ട തെളിവുകളല്ലേ? എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. ഞങ്ങളാണ് സത്യവാനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ഇൻസ്പെക്ടർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. സത്യത്തിൽ ഞങ്ങൾ നിരപരാധികളാണ്. ആയിരിക്കാം. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാനേ ഇപ്പൊ എനിക്ക് കഴിയൂ. സത്യം അതല്ലെങ്കിൽ പോലും. കഴിക്കാൻ എന്താ വേണ്ടത്? അല്ല, കാപ്പിയോ ചായയോ? താങ്ക്സ്. ഒന്നും വേണ്ട. ഇനി നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ അവൻ ആശുപത്രിയിൽ നിന്ന് വരുന്നതിന് മുമ്പ് അവന്റെ കഥ കഴിഞ്ഞിരിക്കണം. മിസ് തമ്പിയോട് കൊണ്ട് വരാൻ പറയും. ഇതാണ് മിസ്റ്റർ തമ്പിയുടെ വീട്. ഇവിടെയും മിസ്റ്റർ പ്രതാപന്റെ വീട്ടിലും എപ്പോഴും നമ്മുടെ ആളുകൾ ഉണ്ടാവണം. നിങ്ങൾ ഹോസ്പിറ്റലിൽ മിസ്റ്റർ സത്യപാലന്റെ മുറിക്ക് മുമ്പിൽ കാണണം. ഏത് നിമിഷവും രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. സത്യപാലൻ, നിങ്ങൾ എന്നെ മറന്നിട്ടില്ല. നീ എന്തിനാ ഇവിടെ വന്നത്? അതിന് നിങ്ങളിങ്ങനെ പേടിക്കുന്ന എന്തിനാ? നീ സുരേഷിനെ കൊന്നവനാണ്. പക്ഷെ പോലീസ് പറയുന്നത് അയാൾ ആത്മഹത്യ ചെയ്തു എന്നാണ്. അത് കള്ളമാണ്. പിന്നെ എന്താണ് സത്യം? നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ ജയിലിൽ കിടന്ന നാളുകളുടെ വില എന്ന് വെച്ചാ നിനക്കറിയില്ലേ? ഞാൻ നിനക്ക് എത്ര രൂപ വേണം? ആ അലമാരിയിലുള്ളത്. ഓ യെസ്, തരാമല്ലോ. ഇതാ. എനിക്കറിയാം അതിലെത്ര ബാക്കിയുണ്ടെന്ന്.
ഇനി പോയിക്കൂടെ? ആ ഇരിക്കേ. ഇനി എന്താണ് വേണ്ടത്? ഈ പണം കൊണ്ട് നിങ്ങളോടൊത്തൊരു ബിസിനസ് തുടങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. എന്നോടൊത്തോ? എന്തിനെ? പറയാം. അതിനു മുൻപ് കുടിക്കാൻ അല്പം മദ്യം വേണം. ഓ യെസ്, അതിനെന്താ? ഇനി പറയൂ. ഈ പണം നിങ്ങളുടെ ബിസിനസ്സിലാണ് ഞാൻ ഇറക്കാൻ പോകുന്നത്. നിങ്ങളൊരു നല്ലവനായതുകൊണ്ട്. എന്താ വിശ്വാസമാകുന്നില്ലേ? നിങ്ങൾ മാത്രമേ ഉള്ളൂ നല്ലവൻ. നല്ലത് ചെയ്താലേ നല്ലത് തിരിച്ചു കിട്ടും. സുരേഷ്, അവൻ ചെയ്ത തെറ്റിനാണ് ശിക്ഷ കിട്ടിയത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ, നമുക്കത് മറക്കാം. ഗുഡ്. കുടിക്കൂ. പോരാ, എന്നെ ആദ്യമായി കുടിപ്പിച്ചത് നിങ്ങളാണ്. ഇന്നൊരു നല്ല ദിവസമല്ലേ, കുടിക്കൂ. നിങ്ങൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? ചരക്ക് കടലിലെത്തുമ്പോ നമ്മളത് വാങ്ങും. വാങ്ങിയതിന്റെ 10 ഇരട്ടി വിലയ്ക്ക് അത് വിൽക്കും. കടലിൽ വെച്ച് കസ്റ്റംസുകാർ പിടിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം കൊണ്ടുവരുന്നവർക്ക്. ഗോഡൌണിൽ വെച്ച് പിടിച്ചാൽ എന്നെ പോലുള്ള നിരപരാധികൾക്ക് അല്ലേ? അപ്പോ നമുക്കെപ്പോ തുടങ്ങാം? സത്യവാൻ എപ്പ പറയുന്നുവോ അപ്പോ. ഇപ്പോ തന്നെ തുടങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിക്കുന്ന സ്വഭാവം എനിക്കില്ല. ഹലോ, യെസ്. എന്താ മിസ്റ്റർ തമ്പി മരിച്ചെന്നോ? കുടിച്ച് താഴെ വീണിട്ടോ? നിങ്ങൾ അവിടെ നിൽക്കേ, ഞാൻ ഉടനെ വരാം. ഡ്യൂട്ടിയിലാണോ? അതെ സാർ. ഇത് തുടങ്ങാണോ അവന്റെ ഡ്യൂട്ടി? സത്യവാനും പുറത്തു വന്നാ കണ്ടോ? ഇല്ല സാർ, ഇതുവരെ കണ്ടില്ല. സത്യവാനൻ, പുറത്തെ മുറിവിൽ നിന്ന് രക്തം വരുന്നുണ്ടല്ലോ. ശരീരം മുറിഞ്ഞാൽ രക്തമല്ലാതെ പിന്നെ നാരങ്ങാതിര വരാ? മിസ്റ്റർ തമ്പി കൊല ചെയ്യപ്പെട്ടു. നന്നായി. ലോകത്ത് നിന്ന് ഒരു ഭാഗം കൂടി പോയത്. കൊലയാളി ഇത്തവണയും രക്ഷപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? നിയമത്തിന് വേണ്ടത് സംശയമല്ല, തെളിവാണ്. എന്നിട്ട് തെളിവൊന്നും കിട്ടിയില്ലേ? തെളിവ് കിട്ടിയിരുന്നെങ്കിൽ കുറ്റവാളി ഇതിനു മുമ്പേ ഞാൻ അറസ്റ്റ് ചെയ്തതിനെ. എങ്കിൽ തെളിവുണ്ടാകാൻ ശ്രമിക്കൂ. നല്ല ക്ഷീണം, എനിക്ക് അല്പം ഓർമ്മ. മിസ്റ്റർ സത്യവാല, നിങ്ങളുടെ ഇപ്പോ അപകടത്തിലേക്കാണ്. സാരമില്ല സാർ, ഗുഡ് നൈറ്റ്. ഇനിയും അവന്റെ ജീവനോടെ വെച്ചുകൂടാ. സുരേഷൻ തമ്പിയും പോയി. അവന്റെ അടുത്ത ലക്ഷ്യം ഞാനായിരിക്കും. അതിനു മുമ്പ് അവൻ മരിച്ചിരിക്കണം. ആ, വിക്രമൻ ഒരു കാര്യം ചെയ്യൂ.
2-3 പേരെ കൂട്ടിക്കൊള്ളു. അതിനുവേണ്ടി എത്ര പണം ചിലവാക്കാൻ ഞാൻ തയ്യാറാണ്. അതെനിക്കറിയില്ല. അന്വേഷിക്കണം. എവിടെയാണെങ്കിലും അവനെ നശിപ്പിച്ചേ പറ്റൂ. ആരാ? എന്തു വേണം? അവനെവിടെ? നിന്റെ ഭർത്താവ് ഇവിടെ ഇല്ല. നിങ്ങളെ തനിച്ചാക്കിയിട്ട് അവനോട് പുറത്തു പോകരുതെന്ന് പറഞ്ഞേക്കും. ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചെന്ന് വരും. ഇതുപോലെ മോനെ, അയ്യോ മോനെ. നിന്റെ ഭർത്താവിനോട് പറഞ്ഞേക്കൂ, ഇന്ന് രാത്രി തന്നെ ഈ നാട് വിട്ടുകൊള്ളാൻ. ഇല്ലെങ്കിൽ ഹലോ. അവൻ വീട്ടിലില്ല. അവന്റെ ഭാര്യ ഒന്ന് വരട്ടിയിട്ടാണ് പോന്നത്. കണ്ടുപിടിച്ചോളാം. എല്ലായിടത്തും അന്വേഷിച്ചു. അവൻ ഒളിവിലാണെന്നാ തോന്നുന്നത്. ഓക്കെ മുതലാളി. ശരി മുതലാളി. ഹലോ. ബുദ്ധിമുട്ടണമെന്നില്ല, ഞാനിവിടെ തന്നെ ഉണ്ട്. സത്യപാലാണ്. നിങ്ങളയച്ച 4 പേരും ഇവിടെ കിടപ്പുണ്ട്. ഏതെങ്കിലും വണ്ടി അയച്ച് എടുത്തോണ്ട് പോവാം. ഇനി എനിക്കെതിരായി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ താമസിപ്പിക്കരുത്. ഇപ്പൊ ക്ഷമ അല്പം കുറവാണ്. ഓന്റെ കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് ഇനി സത്യപാലൻ ബേജാറാവണ്ട. ഒക്കെ ഇവനും എന്റെ മോളും ഏറ്റു. സുശീലെ പറഞ്ഞ് സമാധാനിപ്പിച്ചാ മതി. മോനെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകുന്നു കേൾക്കുമ്പോ ഇനി സുശീല എന്തൊക്കെ പറയാവോ? അവൻ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി പഠിപ്പിക്കേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യമായിരിക്കാണ് മുസ്തഫ. ഹംസ എന്താ പോകുന്നത്? അടുത്ത മാസം 10-ാം തീയതി. പണത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അവന്റെ ചിലവിന് വേണ്ട പണം മുഴുവനും ഞാൻ തരാം. രാജമോഹൻ ഒരു അന്യനായിട്ട് ഞങ്ങൾ കാണൂല. അവനെ സ്വന്തം അനുജനെ പോലെ ഞങ്ങൾ നോക്കിക്കോളാം. അതാണ് അവനെ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നത്. എന്തായാലും എന്റെ മോനെ ഞാൻ ഒരിടത്തേക്ക് അയക്കില്ല. സുശീലേ, അവനെ സൈനബയുടെ കൂടെ അയക്കുന്നതാണ് നല്ലത്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നമ്മുടെ മോനെ കാണാതിരിക്കാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലും കാണാൻ സാധിക്കാതാകുന്നതിൽ ഭേദം കുറെ നാൾ കാണാതിരിക്കുന്നതല്ലേ. വേണ്ട വേണ്ട, അവനെ പിരിഞ്ഞ് ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല. സുശീലേ, ഞാൻ പറയുന്നത് കേൾക്കും. എനിക്ക് ധാരാളം ശത്രുക്കളുണ്ട്. എന്റെ ജീവൻ തന്നെ അപകടത്തിലാണ്. ഈ അവസരത്തിൽ അവൻ അകന്നു നിൽക്കുന്നതല്ലേ നല്ലത്. അവൻ സ്വയം സൂക്ഷിക്കാൻ പ്രാപ്തി ഉണ്ടാവുമ്പോൾ നമുക്കവനെ മടക്കി കൊണ്ടുവരാം. അതുവരെ അവൻ അന്യനാട്ടിൽ താമസിപ്പിക്കാനോ? ഞാൻ സമ്മതിക്കില്ല. ഒരമ്മയുടെ വേദന നിങ്ങൾക്ക് ആർക്കും അറിയില്ല. എന്റെ വേദന നീ എന്തുകൊണ്ട് അറിയുന്നില്ല? അവനെ ഇവിടെ നിന്ന് അയക്കുന്നതിൽ എനിക്ക് വിഷമമില്ലാന്ന് നീ വിചാരിച്ചു. ഒരു ദിവസം പോലും അവന്റെ മുഖം കണ്ടില്ലെങ്കിൽ എന്റെ മനസ്സ് പിടി. എല്ലാ വേദനകളും ഞാൻ മറക്കുന്നത് അവനെ കാണുമ്പോഴാണ്. എന്ന് വെച്ച് അവനെ ഇവിടെ നിർത്തിയാലോ? ഓരോ നിമിഷവും അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് നാം ഇവിടെ കഴിയുന്നത്. അവനെങ്കിലും ഇതൊന്നും അറിയാതിരിക്കും.